ഹലോ ഗൈസ്, ഞാൻ അൽജോ. ഏലിസ് അൽജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സോഷ്യൽ മീഡിയയിലുള്ള പലതരം സ്കാമുകളിൽ പെടുന്ന ആളുകളുടെ എണ്ണവും. പല ആളുകളും വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാം, വീട്ടമ്മമാർക്ക് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പോസ്റ്റുകൾ പല ആളുകളും ഇടാറുണ്ട്. സോ അതിനകത്തൊക്കെ പല ആളുകളും നല്ല രീതിയിലുള്ള എമൗണ്ട്സ് ഒക്കെ സ്പെൻഡ് ചെയ്ത് അവരവരുടെ ഹാർഡ് ഏൺ ആയിട്ടുള്ള മണി നശിപ്പിച്ച് കളയുന്നുമുണ്ട്. സോ അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാം, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള തട്ടിപ്പിലൂടെ അല്ലാതെ എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഒരു പ്രോഡക്റ്റിനെയും ഞാൻ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് നമ്മളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ചില സ്കില്ലുകളിലൂടെ നല്ലൊരു തുക മാസം നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ചില സ്കീമുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്ക് അധികം വലിച്ചു കിട്ടാൻ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോവാം. അപ്പം എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നും കൊണ്ട് സമ്പാദിക്കാം, ക്യാഷ് സമ്പാദിക്കാം. അപ്പോൾ ഇതിനകത്ത് രണ്ട് തരത്തിലാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ പോണത്. ഒന്നാമത്, അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി നമുക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്നും, രണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ കഴിവുകൾ കൊണ്ട് മാത്രം വീട്ടിലിരുന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്നുള്ളതും രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ പറയാൻ പോണത് കുറച്ച് ക്യാഷ് കയ്യിലുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ വീട്ടിലിരുന്ന് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ക്യാഷ് സമ്പാദിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്, നമുക്ക് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങി അവിടെ ഒരു കടമുറി അല്ലെങ്കിൽ ഒരു വീട് പണിതുകൊണ്ട് ഇത് വാടകയ്ക്ക് കൊടുത്ത് വീട്ടിലിരുന്ന് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ വീട് വേണമെന്നില്ല, നമുക്കൊരു കടമുറി ആണെങ്കിലും മതി. അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലത്ത് നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയാൽ, അത് കടമുറി ആവട്ടെ, സ്ഥലമാവട്ടെ, വീടാവട്ടെ. സ്ഥലം വാങ്ങിയാൽ നിങ്ങൾ അവിടെ പിന്നെ രണ്ടാമത് കെട്ടിടമോ അല്ലെങ്കിൽ വീടോ പണിയണം. ആ പണിതിട്ട് വേണം വാടകയ്ക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മെയിൻ്റനൻസിന് വരുന്നൊരു ചെറിയ എമൗണ്ട് ഒഴിച്ചാൽ മാസം നല്ലൊരു തുക ഏൺ ചെയ്യാനായിട്ട് ഇതുവഴി നിങ്ങൾക്ക് പറ്റും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് സ്ഥലമുണ്ട്, നല്ല തിരക്കേറിയ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് സ്ഥലമുണ്ട്, ഒരു സിറ്റിയിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീടിൻ്റെ സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് സ്പേസ് ഉണ്ട് ഫ്രീ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം തറവാടകയായിട്ട്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയ വീട് പണിതോ അല്ലെങ്കിൽ കെട്ടിടം പണിതോ ഒന്നും നിങ്ങൾ പൈസ കളയണ്ട. അപ്പോൾ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും വരത്തില്ല. സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ സ്ഥലം തറവാടകയ്ക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർക്കിംഗ് സ്പേസ്, തിരക്കേറിയ ഒരു ടൗണിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം അല്ലേ. ടൗണിൽ വരുന്ന വണ്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും പലപ്പോഴും കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വകാര്യ പാർക്കിംഗ് സ്പേസ് സൃഷ്ടിച്ചുകൊണ്ട്, അതിനൊന്നും വലിയ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട, അങ്ങനെ ഒരു സ്വകാര്യ പാർക്കിംഗ് സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും നല്ലൊരു വരുമാനം മന്ത്ലി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇപ്പം ഓക്കെ ഇങ്ങനെ തോന്നും, ഇവൻ എന്താ ഈ വന്നിരുന്ന് പറയുന്നത്, ഇത്രയും പൈസ ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാനും കെട്ടിടം വാങ്ങാനും ഒക്കെ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വീഡിയോ കാണണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചിന്തിക്കും. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ പറ്റുന്നതും കുറച്ച് ഫണ്ട് കയ്യിലുള്ളതും കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയതാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ഫണ്ട് ഇല്ലാത്ത ആളുകളെ ഹെൽപ്പ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഒരു സ്കില്ല് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മുടക്കാൻ ഫണ്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വീട്ടിലിരുന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യമാണ് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ റെഗുലറായിട്ട് നിങ്ങൾ കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു കുറേ ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്കൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാമെന്നുള്ളതൊന്ന്. രണ്ടാമത്തെ കാര്യം, പെയ്ഡ് പ്രൊമോഷൻ വഴി നിങ്ങൾക്ക് അതിലൂടെയും നിങ്ങൾക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന കമ്പനികളിൽ നിന്ന് നല്ലൊരു തുക നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ആദ്യമേ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് മാത്രം നിങ്ങൾ വീഡിയോ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. വീഡിയോസ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് വെച്ചിട്ടാണ് നിങ്ങളുടെ സ്കില്ല് മാത്രം വെച്ചിട്ടാണ് നിങ്ങളവിടെ എന്ത് ചെയ്യുന്നത്,
എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഒരു ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തൊരു മാർഗ്ഗമാണ്, നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ് അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫറാണ്, നിങ്ങൾക്ക് നല്ലപോലെ അത് നിങ്ങൾക്കൊരു പാഷനുണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷട്ടർ സ്റ്റോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയും അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിന് പേയ്മെൻറ്റ് തന്നത് വാങ്ങുകയും ചെയ്യും. സോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെയും നിങ്ങൾക്ക് പൈസ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു ചിന്ത വരും, ഞങ്ങളിപ്പോൾ ഇമേജസ് പോസ്റ്റ് ചെയ്താൽ അതൊക്കെ ആരെങ്കിലും വാങ്ങുമോ? അപ്പം ഞാനിത് പറഞ്ഞു, ഇതെല്ലാം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാത്ത എന്നാൽ നമ്മുടെ സ്കില്ല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പൈസ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടു. ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഓഡിയോ ബുക്ക്. ഇപ്പം നിങ്ങൾക്ക് നല്ല സൗണ്ടാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുക്കൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വായിക്കാൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് പലതരത്തിലുള്ള ഓഡിയോ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പം നിങ്ങളൊരു ബുക്ക് എടുത്ത് നല്ല രീതിയിൽ വായിച്ച് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള നൈപുണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വായിച്ച് അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓഡിയോ ബുക്ക് സെല്ല് ചെയ്യുന്ന അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ത്രൂ നിങ്ങൾക്ക് വിറ്റിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിന് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലുണ്ടാവണം. അപ്പോൾ അതിൻ്റെ റോയൽറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. സോ കുറച്ച് റിസ്ക് ഉണ്ട്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴിയും നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതേപോലെ തന്നെ റെക്കറിങ് ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഫണ്ട് നിക്ഷേപിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു തുക മാസാമാസം ജനറേറ്റ് ചെയ്തെടുക്കാൻ, മാസമാവട്ടെ FDM RD ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇയർ എൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാളത്തേക്കാണോ ഇടുന്നത് അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ ട്രേഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെയും നിങ്ങൾക്ക്, ട്രേഡിങ്ങിലൂടെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലാഭം ഉണ്ടാവാം, അതേപോലെ തന്നെ നഷ്ടം ഉണ്ടാവാം. സോ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം ഓർത്തോളുക. സ്റ്റോക്ക് മാർക്കറ്റ് ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കി സ്വന്തം റിസ്കിൽ മാത്രമേ നിക്ഷേപിക്കാവുള്ളൂ, അത് ഞാൻ പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ മറക്കരുത്. സോ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെയും നമുക്ക് മന്ത്ലി ഒരു ഇൻകം പോലെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റേണ്ടതാണ്. സോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, നിയമപരമായിട്ട് നിലനിൽക്കുന്ന പൈസ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാം പുറമെ നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യാൻ നമുക്കറിയാമെങ്കിൽ അതിലൂടെയും നമുക്ക് പൈസ ജനറേറ്റ് ചെയ്യാം. അല്ലാതെ MLM-ലൂടെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിച്ചൊക്കെ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം ഉൾക്കൊള്ളുക. കുറച്ച് റിസ്ക് എടുക്കാനും കുറച്ച് നമ്മുടെ സമയം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.